ഹലോ, ഇന്ന് വീട്ടിലുണ്ടായ ഒരു പപ്പായമാണിത്. ഇതിനെക്കൊണ്ട് നമുക്കൊരു പച്ചടി ഉണ്ടാക്കാം. പച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ലപോലെ കഴുകി തോലൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കി കുക്കറിൽ ഒരു വിസിൽ വരുത്തിയിട്ടുണ്ട്. ഒറ്റൊരു വിസിൽ, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു വിസിൽ വരുത്തിയതാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതിടാം, പിന്നെ കുറച്ച് കടു ഇടാം, ചതച്ചത് പച്ചക്കടു ചതച്ചതാണ്, പിന്നെ പച്ചമുളക് ചതച്ചിടാം. ഇത്രയും ഇട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് പച്ച തേങ്ങ അരച്ചതാണ് ഞാൻ ഒഴിക്കുന്നത്. ഇത് പച്ചത്തേങ്ങ മഞ്ഞളൊന്നും ഇടാണ്ട് അരച്ചെടുത്തതാണിത്. അതൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണിത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് വീട്ടിലുണ്ടാക്കിയ തൈര് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് തിളച്ചതിന് ശേഷം കുറച്ച് തൈര് മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഇപ്പം മിക്സിയിൽ അടിച്ച് വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ച് സൈഡിൽ നിന്ന് മാത്രം തിള വരുമ്പോൾ തീ ഓഫ് ചെയ്യുക. കൂടുതൽ തിളച്ച് കഴിഞ്ഞാൽ പച്ചടി വെള്ളമായിപ്പോവും. അതുകൊണ്ടാണ് പറയുന്നത്. ഇതെല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ്. ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടുമ്പം 2 വറ്റൽ മുളകും ഇടാം. പിന്നെ 2-3 വറ്റൽ മുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. നല്ല ടേസ്റ്റുള്ള നാടൻ പച്ചടിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു.